കഴിഞ്ഞ മുമ്പലത്തെ പൊങ്കാലയ്ക്ക് വാങ്ങിച്ചാണ് ഈ കപ്പ്. ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഉറക്കത്തിൽ നിന്ന് നേരെ എണ്ണീറ്റിട്ടുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണേ. ഞായറാഴ്ച ഇപ്പോൾ സമയം ഇപ്പോൾ 7:30 7:30 ഞങ്ങൾ ആദ്യമായിട്ടാണ് എണ്ണീക്കുന്നത്. അങ്ങനെ എണ്ണീക്കാനുള്ള കാരണം വേറൊന്നുമല്ല, കേശപ്പന് വിശക്കുന്നു എന്നാ, രാവിലെ വിശക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ രാവിലെ എണ്ണീക്കുന്നത് കേട്ടോ. അപ്പം നേരെ ഇനി പല്ല് തേക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ ഇട്ട് കാപ്പി ഇട്ട്, കേശപ്പന് ചായയും കാപ്പിയും കേട്ടോ. അപ്പം ഞാൻ ഇനി ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് സമ്മതിച്ച് അവിടെ ഇരിക്കുക. ആദ്യമേ പോയി ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു. പല്ലും തെച്ചിട്ട് നേരെ പോയി സ്നാക്സിനകത്ത് ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് തിന്നു. എന്നിട്ട് പറഞ്ഞ് ദോശ വേണ്ടാന്നും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ദോശ ഉണ്ടാക്കി തരാം. അപ്പം അന്ന് ഒക്കെയെന്ന് സമ്മതിച്ച് ദോശ ഉണ്ടാക്കി. രാവിലെ എണീറ്റ് വന്നാൽ ആദ്യമേ ഞാൻ ഇപ്പം ചോറ് തിളപ്പിക്കാനുണ്ടെങ്കിൽ അതിനെ ഞാൻ ആദ്യം മാറ്റി തിളപ്പിക്കാൻ വേണ്ടി തിളച്ച് ദോശപാത്രം ചൂടായില്ല. അപ്പം അരി ഊറ്റി വെക്കാം. ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് ചായ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആദ്യമേ ചായ കുടിച്ചിട്ട് പിന്നെ ദോശ വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചേ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ കേശപ്പൻ ഇങ്ങോട്ട് വിശക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. കാര്യം ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണല്ലോ ഇങ്ങോട്ട് ചോദിക്കുന്നത്, വിശക്കുന്നു വല്ലതും താ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഞാനും കേശപ്പനും ഇന്ന് ഞായറാഴ്ചയില്ലേ, ചേട്ടൻ കളിക്കാൻ പോകുമ്പോഴത്തേക്കിന് കടവ് പൂട്ടിയിട്ട് പോവും, കട അടച്ചിട്ട് പോവും. ഞങ്ങൾ പിന്നെ 9, ചിലപ്പോൾ 9, 9:30. ഇപ്പം ചൂടായതുകൊണ്ട് നമുക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. വെയിലും വന്ന് അടിക്കും, നല്ല ചൂടുമായിരിക്കും. എന്നാലും ഞങ്ങൾ മാക്സിമം 8:30 വരെയൊക്കെ കിടക്കും. കൊടുക്കട്ടെ. പൊങ്കാലയ്ക്ക് വാങ്ങിച്ച നമ്മുടെ കപ്പാണ് ഇതും ഈ രണ്ടെണ്ണം. അതിന് മുമ്പലത്തെ പൊങ്കാലയ്ക്ക് വാങ്ങിച്ചാണ് ഈ കപ്പ്. മുമ്പലത്തെ പൊങ്കാലയ്ക്ക് വാങ്ങിച്ചത് ഈ കപ്പ്. ഇങ്ങനത്തെ കപ്പുകളോട് ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ പല മോഡലുകൾ, ചെറുതും വലുതും. പിന്നെ ഞാൻ നേരെ തൂക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തുടങ്ങി കേട്ടോ. അകമൊക്കെ തൂത്ത് വെളിയിലോട്ട് പോയിട്ട് വെളിയിലും കൂടെ അങ്ങ് തൂത്തിറക്കാമേ. ഇപ്പം കേശപ്പന് മാത്രമേ ഞാൻ കാപ്പി ഉണ്ടാക്കിയുള്ളൂ. ഞാൻ പിന്നെ കാപ്പിയാണല്ലോ കുടിച്ചത്. കാപ്പിയും കുറച്ച് ചായയും കുടിച്ചു കേട്ടോ. അങ്ങനെ അത് രണ്ടും കുടിച്ച് ഇനിയിപ്പം ഇപ്പോഴേ വേണ്ട. ഇനി ആർക്കും കാപ്പി ഉണ്ടാക്കിയില്ല കേട്ടോ. ചേട്ടൻ വന്നതിന് ശേഷം ദോശ ഉണ്ടാക്കിയാൽ മതിയേ. ഇപ്പം സാമ്പാർ ഇന്നലത്തെ ഇരുന്നതുകൊണ്ട് അത് ചൂടാക്കിയാണ് ഞാൻ കേശപ്പന് ഇപ്പോൾ കൊടുത്തത്. വെളിയിലോട്ട് തൂത്തിറക്കിയപ്പോഴത്തേക്കിന് ഇത് നമ്മുടെ വോട്ട് ലിസ്റ്റിലെ പേരൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതായിരുന്നു. അപ്പം നമുക്കിവിടെ അല്ലല്ലോ വോട്ട്. എനിക്ക് പത്തനംതിട്ടയാണ് വോട്ട്,
രഘുചേട്ടനാണെങ്കിൽ ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലം അല്ലല്ലോ, തിരുവനന്തപുരം മണ്ഡലത്തിലാണേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവർ എവിടെയാ ഏതാന്നൊക്കെ ചോദിച്ചങ്ങനെ നിന്ന് അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ദേ തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും കേട്ടോ. തൂത്തോണ്ട് ഇവിടെ വെളിയിൽ മുറ്റമൊന്നും തൂക്കാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അകത്തുനിന്ന് തൂത്തിറക്കുന്നതും പിന്നെ റോഡിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഗേറ്റിൻ്റെ ഇടയിൽ കൂടി പറന്ന് വരും കേട്ടോ. കരിയിലെന്ന് പറയാനില്ല, വല്ല കവറോ അങ്ങ് പേപ്പറോ അതൊക്കെ. അങ്ങനെ അത് അവിടെ സൈഡിൽ നമ്മുടെ പൈപ്പിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുറച്ച് എന്താ ഒരു ചെടി ഏതാണ്ട് ചെടി കാട്ടുചെടി പോലത്തെയൊക്കെ നീങ്ങുന്ന കേട്ടോ, പോച്ച പോലത്തെ. പിന്നെ അതിനെയൊക്കെ അങ്ങ് പറിച്ച് കളഞ്ഞിട്ട് തൂത്ത് പിന്നെ ചുറ്റുപാടും അങ്ങ് തൂക്കുക കേട്ടോ. അണ്ട് തൂക്കാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് തൂക്കും. അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും അങ്ങ് എന്തെങ്കിലുമൊക്കെ തൂത്ത് തൂത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അങ്ങ് വാരിയിട്ട് കേട്ടോ. അപ്പം വെളിയിൽ നിന്ന് വന്ന പ്ലാസ്റ്റിക് കവറിനെയൊക്കെ ഞാൻ എടുത്തിട്ട് കത്തിക്കുന്നത് നമ്മുടെയൊക്കെ ഇവിടെ ഇങ്ങനെ കവറിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തൂത്തുകൊണ്ട് വരുമ്പോഴത്തേനും ഞാൻ പിന്നെ അതിനെ കത്തിക്കുന്നതിനകത്ത് അങ്ങ് ഇടും. നേരെ പിന്നെ ബാക്ക് വശത്തൂടെ അങ്ങ് പോയി കേട്ടോ. ബാക്ക് വശത്താണെങ്കിൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും ബാക്ക് വശത്തോട്ട് വരത്തൊന്നുമില്ല, കാര്യം അവിടെ എപ്പോഴൊന്നും തൂക്കം ഒന്നും കാണത്തൊന്നുമില്ല. അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ സൈഡിൽ നിൽക്കുന്ന പോച്ചയും ഈ വള്ളിച്ചെടിയൊക്കെ കണ്ട ഇങ്ങനെ കയറി കാട്ടുപാവലൊക്കെ അതൊക്കെ കയറി നിൽക്കുന്ന പിന്നെ അതും എല്ലാം കൂടെ പറിച്ചിട്ടിട്ടങ്ങ് തൂത്തിറക്കി. ഞാനിപ്പോൾ ഞാൻ രാവിലെ ഒന്നും എണീറ്റിട്ടില്ലല്ലോ, എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇന്ന് ഇച്ചിരി എങ്ങനെ നേരത്തെ എണീറ്റെന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ തീയൊക്കെ കത്തിച്ചു. പിന്നെ അകത്ത് വന്നിട്ട് നനച്ചിട്ട കുറച്ച് തുണിയെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. നനച്ചിട്ട തുണി ഞാൻ കട്ടിലെ കൊണ്ടിടും. എന്നിട്ട് കേശപ്പൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഇത് മടക്കി വെക്കുക എന്നുള്ളത്. അത് എപ്പോഴും ഞാൻ പറയണം തുണി മടക്കി വയ്യെന്ന് പറയുമ്പോഴത്തേക്കിന് വന്ന് നിന്ന് അങ്ങനെ അറിയാവുന്ന പോലെയൊക്കെ മടക്കി വെക്കും കേട്ടോ. അപ്പോൾ ഒരു വിധത്തിലൊക്കെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. അവനെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സൺഡേ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു വീഡിയോ കേട്ടോ. നിങ്ങളെ വീഡിയോസൊക്കെ കാണുമ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ, ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.